ബയോഡീസൽ എന്ന പേരിൽ സംസ്ഥാനത്തേക്ക് വ്യാജ ഇന്ധനം ഒഴുകുന്നതായി പമ്പുടമകൾ. പമ്പുകളിൽ പരിശോധന ശക്തമാക്കണമെന്ന് ഓൾ കേരള പെട്രോളിയം ട്രേഡേഴ്സ് ആവശ്യപ്പെട്ടു. വ്യാജ ഇന്ധന കടത്തിനെതിരെ സർക്കാർ നടപടി ശക്തമാക്കണമെന്നാവശ്യപ്പെട്ട സമരം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും സംസ്ഥാനത്തേക്ക് വൻതോതിൽ വ്യാജ ഇന്ധനം ഒഴുകുന്നതായാണ് പമ്പുടമകൾ പറയുന്നത്. ബയോഡീസൽ എന്ന വ്യാജേനയാണ് സംസ്ഥാനത്തേക്ക് വ്യാജ ഇന്ധനം കടത്തുന്നത്. പൊതു സ്വകാര്യ മേഖലകളിൽ നിന്നായി 4000-ലധികം പെട്രോൾ പമ്പുകൾ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ലൈസൻസിനായി കാത്തിരിക്കുന്ന 1000-ഓളം പമ്പുകൾ വേറെയുമുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ ഇന്ധന നികുതി കൂടുതലാണ്. ഇതിനാൽ പമ്പുകൾക്ക് ലഭിക്കുന്നത് തുച്ഛമായ വരുമാനം മാത്രമാണ്. ഈ സാഹചര്യം മുതലെടുത്താണ് വ്യാജ ഇന്ധന സംഘം കേരളത്തിൽ സജീവമാകുന്നത്. ലിറ്ററിന് 50 രൂപയിൽ താഴെ മാത്രം വില വരുന്ന ഇന്ധനം വാഹനങ്ങൾക്ക് കേടുപാടുകൾക്ക് കാരണമാകും. സർക്കാരിന് കോടിക്കണക്കിന് രൂപയുടെ നികുതി നഷ്ടവും ഉണ്ടാക്കും. ഓൾ കേരള പെട്രോളിയം ട്രേഡേഴ്സ് നൽകിയ പരാതിയെ തുടർന്ന് GST വകുപ്പ് നടത്തിയ പരിശോധനയിൽ വൻതോതിൽ വ്യാജ ഇന്ധനം പിടികൂടിയിരുന്നു. എന്നാൽ ഒറ്റ ദിവസം കൊണ്ട് പരിശോധന അവസാനിപ്പിക്കുകയായിരുന്നെന്ന് ഓൾ കേരള പെട്രോളിയം ട്രേഡേഴ്സ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഷറഫ് സഫ പറഞ്ഞു. ഇന്ധന വിൽപ്പന ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്. മുൻകാലങ്ങളുള്ള പെട്രോൾ പമ്പുകളുടെയൊക്കെ കണക്ക് പരിശോധിച്ചാൽ ബിസിനസ് 50% താഴെ ആയിരിക്കുകയാണ്. ഇതിൻ്റെ മുഖ്യമായ കാരണം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നികുതി വർധനവും മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇത് മുതലെടുത്തുകൊണ്ട് അന്യ സംസ്ഥാനങ്ങളിൽ ഇന്ധനം കൊണ്ടുവരുന്ന ലോബി ഇവിടെ ശക്തമാവുകയും സമാന്തര പമ്പുകൾ വഴി അവർ വൻതോതിൽ ഡീസൽ ലോറികൾ, റോഡ് കോൺട്രാക്ടർമാർ, മത്സ്യബന്ധന ബോട്ടുകൾ തുടങ്ങി ബൾക്കായിട്ട് ഇന്ധനം ആവശ്യമുള്ളവർക്കെല്ലാം ഏകദേശം 10 രൂപ വരെ നിലവിൽ മാർക്കറ്റിനേക്കാൾ കുറച്ചവർക്ക് വിൽക്കാൻ കഴിയുന്നു. നേരത്തെ മുൻകാലങ്ങളിൽ നികുതി വെട്ടിച്ചുള്ള അന്യ സംസ്ഥാനങ്ങൾ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇതിൻ്റെ പ്ലാന്റുകൾ കേരളത്തിൻ്റെ മിക്ക ജില്ലകളിലും സ്ഥാപിച്ചു കഴിഞ്ഞു. വ്യാജ ഇന്ധനം ബയോഡീസൽ എന്ന പേരിൽ മറ്റ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന വ്യാജ ഇന്ധനമാണ് ഇപ്പോൾ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ചൂണ്ടിക്കൊണ്ട് ബഹുമാനപ്പെട്ട സംസ്ഥാന സർക്കാരിൻ്റെ മുഖ്യമന്ത്രി, നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി എന്നിവർക്ക് ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ട്രേഡേഴ്സ് നിരവധി നിവേദനങ്ങൾ കൊടുത്തിരുന്നെങ്കിലും ഏറ്റവും അവസാനം ഞങ്ങൾ കോഴിക്കോട് മുതലിൻ്റെ പ്രവർത്തനം തുടങ്ങി ഞങ്ങളുടെ സംഘടനയുടെ നേതാക്കൾ ഇടപെട്ട് പോലീസ് ഉദ്യോഗസ്ഥരെയും അധികാരികളെയും ഇത് നേരിൽ കാണിച്ചു കൊടുക്കാൻ കടുകയും അപ്പോഴാണ് അവർക്ക് കാര്യങ്ങൾ ബോധ്യമായത്. വ്യാജ ഇന്ധനക്കടത്തിനെതിരെ സർക്കാർ നടപടി ശക്തമാക്കണമെന്നാവശ്യപ്പെട്ട സമരത്തിനൊരുങ്ങുകയാണ് സംസ്ഥാനത്തെ പൊതുമേഖലാ പമ്പുടമകൾ. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.